നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നുള്ള മെയിൻ ബ്രേക്കിംഗ് ന്യൂസ് എന്തെന്ന് വെച്ചാൽ ചന്ദ്രശേഖറിൻ്റെ ഇര ഇന്ന് തൊട്ട് ടാറ്റയിലിരുന്ന് തീർന്നു. ഒരുപാട് ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണിത്. ഇത് മുതലാളി വരുവാണെങ്കിൽ പഴയ ജോലിക്കാരൊക്കെ പോവും. അതാണ് നടന്നത് ഇവിടെയും. ഇപ്പോൾ ഞാനൊരു വാക്യം പറയാറുണ്ട് ആംഗ്ലത്തിൽ, എ കിങ് ഇസ് ഡെഡ് ലോങ് ലിവ് ദ കിങ്. അതായത് രതൻ ടാറ്റയുടെ ഒരു ചെല്ല പിള്ളയായിട്ടിരുന്ന ഒരു ചന്ദ്രശേഖർ, അവർക്ക് ന്യൂയൽ ടാറ്റയുടെ ഒപ്പം ഒത്തുചെല്ലാൻ പറ്റിയില്ല. ഇന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ന്യൂയൽ ടാറ്റയ്ക്കും ഇവരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം രതൻ ടാറ്റയുടെ ആൾക്കാരെല്ലാവരും പുറത്തായി, പുതു ആൾക്കാർ അകത്ത് വന്നു. ആ വിധത്തിൽ ഒരുപാട് ആൾക്കാർ വെളിയിൽ ചെന്നായിരുന്നു. ഒരു വലിയായിട്ട് ചന്ദ്രശേഖരനെയും പുറത്താക്കി. ഇതിനെ വളരെ മോശമാക്കി പുറത്താക്കി. ഫെബ്രുവരി 27 മുകളിൽ ഞാൻ ഇരിക്കൂല, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോ എന്ന് ചന്ദ്രശേഖർ പറഞ്ഞു. ഇന്ന് ഉടനെ ടാറ്റ കമ്പനിയുടെ ഷെയർസ് ഒക്കെ 3-4% പാള ഇറങ്ങി. ECS 6% ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് മാർക്കറ്റിൽ ടാറ്റ കമ്പനിക്ക് വളരെ ഇറക്കമാണ്. ഷോർട്ട് ടേമിൽ ഒരുപാട് പെയിൻ ഇത് തരും, ലോങ് ടേമിൽ പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്യും. ബട്ട് നിങ്ങളടുത്ത് മുമ്പേ ഷെയർസ് ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ബാലൻസ് ചെയ്യാം. ബട്ട് ജനറൽ മാർക്കറ്റ് വീക്ക്നെസ് വന്നിട്ട് ഇന്നും താഴെ പോവുകയാണെങ്കിൽ, ഇന്നും താഴെ പോയാലും അറിയില്ല. മ്യൂച്വൽ ഫണ്ട് നോക്കുമ്പോൾ ലാർജ് ക്യാപ് ഫണ്ടിൽ ഇരിക്കുന്ന ഔട്ട്ഫ്ലോ ഒക്കെ പുറത്തിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ടാറ്റയുടെ മേജർ കമ്പനീസ് എല്ലാം ലാർജ് ക്യാപ്പാണ്. കാരണം ലാർജ് ക്യാപ് ഫണ്ട്സ് പുറത്ത് ചെല്ലുമ്പോൾ ടാറ്റ സ്റ്റോക്ക് ഇന്നും വിൽക്കാൻ നോക്കും. ഇത് ഡബിൾ റാലി ആവും. സോ നിങ്ങളെ കൊണ്ട് 3-4 വർഷം ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിനെ വന്നിട്ട് നിങ്ങളൊരു നല്ല കൺസിഡറേഷൻ ആയിട്ട് എടുക്കാം. ഇറങ്ങുന്ന തോറും നിങ്ങൾ 1-2 എന്ന് കൺസിഡർ ചെയ്യാം. ഇത് മുതലാളി വന്നിരിക്കുന്നു. പുതിയ മുതലാളി ഫോക്കസ്ഡ് ഓൺ പ്രോഫിറ്റ്സ് ആണ്. ഷെയർ ഹോൾഡിങ്ങിൻ്റെ വാല്യൂ ബെറ്റർ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഇതാണ് നടന്നത്. അടുത്തത് വിജയ് സിംഗും റിസൈൻ ചെയ്തിരിക്കുന്നു. ഇയാൾ വന്നിട്ട് ഫോർമൽ ഡിഫൻസ് സെക്രട്ടറി ആണ്. ഒരുപാട് ദിവസം രതൻ ടാറ്റ ട്രസ്റ്റിൽ ഇരുന്നായിരുന്നു. നാൾ ഇരിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു പൊസിഷൻ റിസൈൻ ചെയ്തു. ഇവർ വന്ന് പുറത്തായി. എല്ലാത്തിലും ഇനിയൊരു ഡെവലപ്മെൻറ്റ് എന്തെന്ന് വെച്ചാൽ, ഇതിൽ അപ്പർ ഷെയർ ലിസ്റ്റ്, അതായത് അപ്പർ NDFC ലിസ്റ്റിൽ ടാറ്റയുടെ പേരിരിക്കുന്നത് ഒരു കാരണമാണ് എന്നൊക്കെ പറയുന്നു. ഈ കാര്യം എന്നെ പുറത്ത മട്ടിൽ ബ്ലൂംബർഗിലെ ആൻറ്റി മുഖർജി കയറിയിരിക്കുന്നു. ഒരു പോസിബിൾ ലിസ്റ്റിംഗ് ഐഡിയ കൊടുത്തിരിക്കുന്നു. അത് ഡെപ്റ്റ് ഒരു $30 ബില്യൺ വാങ്ങിയിരിക്കുന്നു. സ്റ്റോക്ക് ഫുള്ളായിട്ട് മിസ്ത്രിയുടെ സ്റ്റോക്കിനെ വാങ്ങിയിരിക്കുന്നു. അട്ട ആൻഡ് സൺസിനെ ലിസ്റ്റ് ചെയ്ത് ആ കടന്ന് ഫുള്ളായി അടച്ചിരിക്കുന്നു എന്നതായിട്ടാണ് അവർ പ്ലാൻ കൊടുത്തിരിക്കുന്നത്. ഏത് രൂപത്തിൽ വരും, എങ്ങനെ ചെല്ലും, അല്ല ഗവൺമെൻറ്റിനെ സമരസം ചെയ്ത് ഇവയെ വരാതെ ചെയ്യുമോ, ഇതിനെക്കുറിച്ച് ഏതൊരു ഡേറ്റയും ഇല്ല നമ്മളെ കയ്യിൽ. അതിലെ 62 പോയിന്റ് നെഗറ്റീവിലിരുന്ന നിഫ്റ്റി ഒക്കെ ക്ലിയർ ആയിട്ട് അറിഞ്ഞ് 192 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. സം ടൈം 200 പോയിന്റ് നെഗറ്റീവായിരിക്കുന്നു. അങ്ങനെ നിഫ്റ്റി 80 പോയിന്റ് പ്ലസ്സിലിരിക്കുന്നു. ഇന്നുള്ള മുഖ്യ വാർത്ത, ഇപ്പോൾ 14,200 ഗോൾഡ് കിട്ടും. ഇന്നലെ ഇരുന്നതിൽ 50 രൂപ ഇറങ്ങിയിരിക്കുന്നു. 15,491 വന്നിട്ട് 24 ക്യാരറ്റ് ഗോൾഡ്. വെള്ളി 260 എന്നാണ് പറയുന്നത്. ചെസ് മാർക്കറ്റിൽ 2,37,000 രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ 1 ഗ്രാം 237 രൂപയാണ്. രൂപ ഇറങ്ങി 95.40 ആയിരിക്കുന്നു. റഷ്യ സാങ്ഷനും ഇറാൻ ഓയിലിൻ്റെ മുകളിലിരിക്കുന്ന സാങ്ഷനും കച്ച എണ്ണ $93 അടുത്ത് ചെന്നിരിക്കുന്നു. ഓവറാലായിട്ട് ഇന്ത്യക്ക് ഇന്ന് ഏതൊരു നല്ല ന്യൂസും കിട്ടിയില്ല. മെറ്റൽ എല്ലാം ഇന്ന് മീനിങ്ലെസ് ആണ്. എല്ലാത്തിലും ടാറ്റ ആയിരിക്കും കുറേ അടി വാങ്ങിയിരിക്കും. 3.9% അമർ രാജ ഇന്നലെ കയറിയതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. ടാറ്റ 3% ഏറിയിരിക്കുന്നു. അങ്കമയിൽ 2% ഏറിയിരിക്കുന്നു. ECS വന്നിട്ട് 6% ഡൗൺ ആണ്. ഓവറാലായിട്ട് മാർക്കറ്റ് ഹെവി പ്രഷർ ഓൺ ടാറ്റ സ്റ്റോക്സ്. ഇന്ന് മണപ്പുറത്തിൽ ഒരു വലിയ ഡെവലപ്മെൻ്റ് ഉണ്ട്. ഷിസിംഗ് എന്ന ഒരാളിനെ MD ആയിട്ടിരിക്കുന്നു. ഒരു IDFC ഫസ്റ്റിലിരുന്ന് വന്ന ആളാണ്. അടുത്ത 5 വർഷത്തിന് അവർ തന്നെ MD ആൻഡ് CEO ആയിട്ടിരിക്കും. ഇന്ന് വരയ്ക്കും ആ MD ആൻഡ് ചെയർമാനായിട്ട് ഇരുന്ന നന്ദകുമാറിന് എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് റെസിഗ്നേറ്റ് ചെയ്ത് അയച്ചിരിക്കുന്നു. ആമിനി ബിസിനസ് ഇന്നോടെ തീർന്ന് അതിലിരുന്ന് പ്രൊഫഷണൽ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പുറത്തിന് പോയ കൊല്ലത്തിലിരുന്ന് ഈ കൊല്ലത്തിന് പ്രോഫിറ്റ്സ് വളരെ കൂടുതലായിട്ടിരിക്കുന്നു. 260 രൂപയ്ക്ക് മുകളിൽ ഷെയർ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ ഈ ക്വാർട്ടറിൽ നല്ല റിസൾട്ട് വന്ന കാരണം
സോ 2 രൂപ ഫേസ് വാല്യൂ ഷെയറിന് 1 രൂപ ഡിവിഡൻഡ് തരുന്നു. ഓഫ് ഇറ്റ്സ് വന്നിട്ട് 582 കോടി രൂപയാണ്. സോ ഓവറാൾ നോക്കുമ്പോൾ മനപ്പുറത്തിൽ ഒരു പുതിയ ഏറ കാണാൻ പറ്റുന്നു. റേറ്റിംഗ് വന്നിട്ട് BBB- വച്ചിരിക്കുന്നത്. ഏബിൾ ഔട്ട്ലുക്കും ഗ്രോത്ത് 6.4% ഇരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഷോർട്ട് ടേമിൽ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിൽ ഔട്ട്ഫ്ലോ കാണാൻ പറ്റുന്നു. 12% വരയ്ക്കും നെറ്റ് ഔട്ട്ഫ്ലോ 1332 കോടി രൂപ വരയ്ക്കും പോയായിരുന്നു. ക്യാപ്പും ആൽമോസ്റ്റ് ഫ്ലാറ്റ് ആയിരിക്കുന്നു. കാശിക്കുന്നത് വന്നിട്ട് സ്മാൾ ക്യാപ്പ് എന്തെന്ന് വെച്ചാൽ ലോയസ്റ്റിന് ശേഷം സ്മാൾ ക്യാപ്പാണ് റിക്കവറിനെ ലീഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. സ്മാൾ ക്യാപ്പിൽ ഒന്നാണ് കാശ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തെറ്റ് പറ്റിയെങ്കിൽ ഇതും വളരെ റാപ്പിഡായിട്ട് വിളും. ITC വന്നിട്ട് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ഒപ്പം ട്രൈപ്പ് ചെയ്ത് ആന്ധ്ര വരുന്നു. ഇത് വന്നിട്ട് 100 വില്ലേജിന് വന്നിട്ട് +96 തത്തെടുത്ത് ഇത് മോഡേൺ വില്ലേജായിട്ട് മാറ്റി കാണിക്കുന്നു എന്ന് പറയുന്നു. എന്നൊക്കെ പറയുന്നു. ഇതിൽ 0 പോവർട്ടി ഇരിക്കും അങ്ങനെയും പറയുന്നു. ആവറേജ് കൺസ്യൂമർ സ്റ്റോക്സിന് 10% മുകളിൽ വിളിഞ്ഞിരിക്കുന്നു. സീതാറാം ഒരുപാട് ദിവസം കഴിഞ്ഞ് റിസൈൻ ചെയ്തത് ആയിരിക്കുന്നു. HSBC റിവോൾട്ട് അക്കൗണ്ട് ഇരിക്കുന്നു. ഐഡസ് ലൈഫ് സയൻസസിൻ്റെ പ്രോഫിറ്റ് 6% വിളിഞ്ഞിരിക്കുന്നു. പ്രോഫിറ്റ് വിളുന്നതിൻ്റെ മെയിൻ കാരണം നോൺ അക്യൂസിഷൻ റിലേറ്റഡ് കോസ്റ്റിന് ഇറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു. ബാറ്റ ഇന്ത്യയുടെ പ്രോഫിറ്റ് 23% ജമ്പായിരിക്കുന്നു. MRFിൻ്റെ ക്വാർട്ടർ പ്രോഫിറ്റും താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം, ഇൻപുട്ട് കോസ്റ്റും മാർജിൻ പ്രഷർ കാരണം 495 crores ആയിട്ട് ഇരിക്കുന്നു. എംപ്ലോയ് ഡേറ്റയും ഡിസ്ക്ലോസ് ആയിരിക്കുന്നു. അത് എംപ്ലോയ് ഡേറ്റ എക്സ്പ്ലോയിറ്റ് ആയിരിക്കുന്നു. അതുപോലെ കസ്റ്റമർ ഡേറ്റ എക്സ്പ്ലോയിറ്റ് ആയിട്ടില്ല. അൺഫാർമയ്ക്ക് വന്നിട്ട് ഗ്ലൂട്ടൈഡിൻ്റെ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യരുതെന്ന് ഓർട്ടിൻ്റെ ഓർഡർ നോവ ഡിസ്ക് വാങ്ങി വെച്ചിരിക്കുന്നു. LNT വന്നിട്ട് റയർ എർത്ത് മെറ്റൽസിന് എൻ്റർ ആകാൻ പോകുന്നു. അതും ഇന്ത്യയിൽ ചൈനീസ് ഡിപ്പെൻഡൻസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവറാളായിട്ട് മാർക്കറ്റ് വന്നിട്ട് നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. ടാറ്റ ഷെയർസിനെ 1, 2 എന്ന് കൺസിഡർ ചെയ്യാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.